ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. ഓഗസ്റ്റ് 19 വരെയാണ് ഈ വർഷത്തെ തീർത്ഥാടനം. അടുത്തിടെ ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് തീർത്ഥാടനം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഇക്കുറി വലിയ സുരക്ഷയാണോ ഈ തീർത്ഥാടനത്തിനായി ഒരുക്കിയിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ. അമർനാഥ് തീർത്ഥാടനത്തിന് നാളെയാണ് തുടക്കമാകുന്നത്. ഓഗസ്റ്റ് മാസം 19 വരെയാണ് ഈ വർഷത്തെ തീർത്ഥാടനം നീണ്ടുപോകുക. കനത്ത സുരക്ഷയ്ക്ക് നടുവിലാകും തീർത്ഥാടകരെ ഇത്തവണ അമർനാഥിലേക്ക് എത്തിക്കുക. കഴിഞ്ഞ മാസമാണ് ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായത്. കട്രയിലെ ആ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുകയായിരുന്ന 9 തീർത്ഥാടകരെയാണ് ഭീകരവാദികൾ വധിച്ചത്. മാത്രമല്ല നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ ഇത്തവണയും ഈ അമർനാഥ് തീർത്ഥാടകരെയും ഭീകരവാദികൾ ലക്ഷ്യമിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മുൻപും നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് അമർനാഥ് തീർത്ഥാടകരെ പലകുറി ഭീകരശക്തികൾ ലക്ഷ്യമിടുകയും നിരവധി തീർത്ഥാടകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് ജമ്മുകാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം കുറഞ്ഞു വരികയാണ്. മുൻകാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ശാന്തമാണ്. എങ്കിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരശക്തികൾ ശ്രമിക്കുന്ന പശ്ചാത്തലം IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ അമർനാഥ് തീർത്ഥാടനത്തിന് പതിവിൽ കൂടുതലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അമർനാഥ് തീർത്ഥാടനത്തിന് നാളെ തുടക്കമാവുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഗൗതമാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.